ഇപ്പോൾ അന്തരിച്ച സൈമൺ ബ്രിട്ടോയുടെ സഹധർമ്മിണി കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഉമേഷ് ബാലകൃഷ്ണൊപ്പമാണ് സൈമൺ ബ്രിട്ടോയുടെ ഭാര്യയുള്ളത്. ഉമേഷ്, ശരിക്കും ഏത് സമയത്താണ് അവരവിടെ എത്തിയത്? കുറേ നേരമായോ? എസ് കെ എൻ സീന മേഡത്തിനോടൊപ്പം തന്നെ പോകും. നമുക്ക് എത്ര സമയമായി ഇവിടെ? രാവിലെ എത്തിയുള്ളൂ? ഞാൻ രാവിലെ എത്തി. കാരണം ഇന്നലെ ഞാൻ SUT പോയി അദ്ദേഹത്തെ കണ്ടു. അപ്പോൾ SUTയിൽ പോകുമ്പോൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇന്നലെ MS പ്രസാദ് രക്തസാക്ഷിയുടെ സഹോദരിയുടെ മകൻ്റെ കല്യാണമായിരുന്നു. ആ കല്യാണത്തിന് MA ബേബിയും ബെറ്റി സഹാവും ഒരുമിച്ച് പോയി. അവിടെ നിൽക്കുമ്പോഴാണ് വാർത്ത അറിയുന്നത്. അപ്പം തന്നെ നമ്മൾ തിരിച്ചു വരികയാണ്. ആ തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ ഈ പറഞ്ഞ പോലെ എന്നെ മോള് വിളിക്കുകയാണ്, അമ്മ അറിഞ്ഞോ VS പോയി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അറിഞ്ഞു മോള്, എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കാണാൻ മോളെ, ഞാൻ വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പെട്ടെന്ന് ബേബി സാവനോടൊപ്പം SUTയിൽ കയറി ആളെ കണ്ടിട്ട് അപ്പോൾ എനിക്ക് മാമൻ്റെ വിളി വരുന്നു പിറപ്പംകോടിനെ. കാരണം എനിക്കൊന്ന് കാണണം, എവിടെ പറ്റും. അപ്പം ഞാൻ AK സെൻറ്ററിൽ പോയിട്ട് അവിടെ നോക്കുമ്പോൾ നിറച്ചാൾ, അവിടെ കയറാൻ പറ്റാത്ത അവസ്ഥ. അത്രത്തോളം ആളായിരുന്നു. കാരണം പാളയം മുതൽ ഇങ്ങോട്ട് വണ്ടിയൊന്നും കടത്തി വിടുന്നില്ല. പാളയമല്ല, PMG മുതൽ വണ്ടി കടത്തി വിടാത്തൊരവസ്ഥയാണ്. പിന്നെ ബേബി സാവനോടൊപ്പം വന്നുകൊണ്ട് ഞാൻ ഒരു കണക്കിന് AK സെൻറ്റർ എത്തി. നമ്മൾ VSനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു പക്ഷേ VS ഏറ്റവും കൂടുതൽ ചേർത്ത് നിർത്തിയ ഒരു കുടുംബവുമാണ് ബ്രിട്ടോയും. പ്രത്യേകിച്ച് പിറപ്പംകോട് മുരളിയുടെ മരുമകൾ എന്നുള്ള ഒരു വാത്സല്യം കൂടി ഉണ്ടാവുമല്ലോ. ഓർമ്മകൾ എങ്ങനെയാണ് പങ്കുവയ്ക്കുന്നത്? തീർച്ചയായിട്ടും. കാര്യം 2006 തെരഞ്ഞെടുപ്പ് സമയത്ത് ഇതുപോലെ എല്ലാ മാധ്യമങ്ങളും, ഇപ്പം ഞാനന്ന് ജീവൻ TV-യിൽ പിന്നെ പടക്കളം എന്ന് പറയുന്നൊരു പരിപാടിക്ക് വേണ്ടിയിട്ട് പോരാട്ടം എന്ന പരിപാടിക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ നേതാക്കന്മാരെ എല്ലാവരെയും ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി, ഞാൻ ജേർണലിസ്റ്റ് ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി പോയപ്പോൾ VS പാലക്കാട് റെസ്റ്റ് ചെയ്യുകയാണ്, ആർക്കും ഇൻ്റർവ്യൂ കൊടുക്കുന്നില്ല. അപ്പോൾ കൃഷ്ണദാസ് സാഹു പറഞ്ഞ് നമ്മുടെ പിറപ്പംകോടിൻ്റെ അനന്തരവളാണ്, അവളെ വിളിക്കാമെന്ന് പറഞ്ഞു. എല്ലാവരും ഞെട്ടിപ്പോയി, ഇത് ആരാ? കാരണം ഇംഗ്ലീഷ് പത്രങ്ങളടക്കം നിൽക്കുന്നത് ആരാ? അപ്പം നമ്മൾ ജീവൻ TV-യുടെ ക്യാമറയുമായി ചെന്ന് VSന് നമ്മൾ ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും ഞാൻ ചില കുരുത്തക്കേട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അതിനടക്കം കൃത്യം മറുപടി പറഞ്ഞു എന്നുള്ളതാണ്. ആരെയും അങ്ങനെ തരം താഴ്ത്തിയല്ല, വളരെ കൃത്യമായി മറുപടി പറഞ്ഞു എന്നോട്, വളരെ ഈക്വൽ സ്റ്റാറ്റസിൽ ഈക്വൽ. അപ്പോൾ അന്ന് മാമൻ പറയുന്നത്, നീ കുരുത്തക്കേട് ചോദിച്ചു, അത് ശരിയായില്ല എന്ന് മാമൻ എന്നെ തിരുത്തിയെങ്കിലും പക്ഷേ അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി മറുപടി. സൈമൺ ബ്രിട്ടോയുമായും അടുത്ത ബന്ധം അല്ലെങ്കിൽ എപ്പം ചേർത്ത് നിർത്തിയ ഒരാൾ കൂടിയാണ് VS. അതെ 2006 VSൻ്റെ മിനിസ്ട്രിയിലാണ് ബ്രിട്ടോ MLA ആയിരിക്കുന്നത്. ആ സമയത്ത് ബ്രിട്ടോൻ്റെ MLA ഫണ്ട് എന്ന് പറഞ്ഞാൽ ഓൾ കേരളയാണ്. അപ്പോൾ വേണമെങ്കിൽ VSൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി വിട്ടിട്ട് ബ്രിട്ടോ ഇന്ന സ്ഥലത്തെ റോഡിന് ഫണ്ട് വേണം എന്ന് നിർദ്ദേശിക്കും. പക്ഷേ അങ്ങനെയല്ല. VS ബ്രിട്ടോൻ്റെ അടുത്ത് നിന്നിട്ട്, ബ്രിട്ടോ എന്തുണ്ട് വിശേഷം, ആരോഗ്യമൊക്കെ നല്ലതല്ലേ എന്നൊക്കെ ചോദിച്ചതിന് ശേഷം, എൻ്റെ പിന്നെ മണ്ഡലത്തിൽ 2 റോഡുകളുണ്ട്, പാവപ്പെട്ട സാധാരണക്കാരൻ്റെ റോഡാണ്, അത് നമ്മൾ ചെയ്തു കൊടുത്തതിന് പിന്നെ ഇനി ഒരിക്കലും ചെയ്യില്ല എന്ന് പറഞ്ഞ് ഫണ്ട് കൊടുപ്പിക്കുകയും പിന്നെ ബ്രിട്ടോയ്ക്ക് കുത്തുകൊണ്ട് 1983 അന്ന് എല്ലാ നേതാക്കന്മാരും ബ്രിട്ടോൻ്റെ വീട്ടിൽ വന്ന, ഓൾ ഇന്ത്യ ലെവലുള്ള എല്ലാ നേതാക്കന്മാരും വന്നതടക്കം VSും വന്നു. VSും AP വർക്കുമായിട്ട് വരുമ്പോഴൊക്കെ ബ്രിട്ടോയെ ചേർത്ത് പിടിച്ചിട്ട് തന്നെ VS പറയുമായിരുന്നു, ബ്രിട്ടോ പാർട്ടിക്ക് പറ്റാവുന്ന രീതിയിൽ ബ്രിട്ടോയെ സഹായിക്കും, വിഷമിക്കരുത്, ഈ ഘട്ടം കഴിഞ്ഞ് കയറി വരണമെന്ന് പറഞ്ഞ്. ആ കയറി വരലാണ് 2006 ബ്രിട്ടോ VSൻ്റെ മന്ത്രിസഭയിൽ തന്നെ MLA